മധുരവും എരിവും രണ്ടും ആയിക്കോട്ടെ കേട്ടോ. രണ്ട് ഐസ് ചുരുണ്ടുന്ന ഒരു ഗ്ലാസ് നിറച്ച് ഐസ് ചുരുണ്ടി മധുരം ചേർക്കുന്നു, എരിവും. എന്ത് തേനീച്ചയാണോ? നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൽ ചെറുതായിട്ട് മഴയുണ്ട്, മഴ പൊടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം സമയം വൈകുന്നേരം 5:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല വൈബാണ് കോഴിക്കോട് ബീച്ചിൻ്റെ ഈ പരിസരം. ഒരുപാട് പേര് ഓണസമയം കൂടെ ആയതുകൊണ്ട് ഈ ബീച്ചിൻ്റെ അങ്ങേ സൈഡിലേക്ക് ഒരുപാട് പേര് കൂട്ടമായും ഫുഡുകൾ ടേസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഇത് ബീച്ചിൻ്റെ ഇങ്ങേ അറ്റമാണ്. ഇത് നടപ്പാതകളും സൈഡിലുള്ള ഭിത്തിയിലൊക്കെ നല്ല രീതിയിൽ പടങ്ങളൊക്കെ വരച്ച് നല്ല വൃത്തിയാക്കി കോഴിക്കോട് ബീച്ചിനെ ഇപ്പോൾ ഒന്ന് സുന്ദരമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. വെൽക്കം ടു കാൺസ് റെക്കോർഡ്സ്. കാൺസ് റെക്കോർഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് ടപ്പേന്നൊരു പാട്ടങ്ങ് പാടിക്കേ. പാടിക്കോ. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് വന്നപ്പോൾ നമ്മളെ അശ്വിനും മമ്മിയിലെ അശ്വിനില്ലേ, അശ്വിൻ താവ അവിടെ സെൽഫിക്കായിട്ട് ആൾക്കാരൊന്ന് കൂടുകയാണ്. എല്ലാവരും ഒന്ന് അശ്വിനുമായിട്ട് സെൽഫി എടുക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാവം. നമ്മൾ ടി വിയിൽ കാണുന്ന അതേ അശ്വിൻ താണ്ട അശ്വിൻ ആയിഷയുമായിട്ട് സെൽഫി എടുക്കുന്നു. സെൽഫിയുടെ ബഹളം. അശ്വിനെ ഐഡന്റിഫൈ ചെയ്ത് ക്ലബ് എഫ് എമ്മുകാരാണ് അല്ലേ? ക്ലബ് എഫ് എമ്മുകാരാണ്. ഓക്കെ എടുത്തു. എന്താ പറയാ, നമ്മുടെ ജന്മനാടാണ് കോഴിക്കോട്. ഇപ്പോൾ എന്തൊക്കെ ഇൻസിഡന്റ് ആണെങ്കിലും ഇപ്പോൾ എത്ര ദൂരം പോയാലും തിരിച്ചു വരുന്ന കോഴിക്കോട് ഇവിടെ ബീച്ചിൽ സൈഡ് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് വൈബ് അത് വേറെ എവിടെയും നമുക്ക് കോഴിക്കോട്ടുകാർക്ക് അത് വേറെ എവിടെയും കിട്ടില്ല. പിന്നെ ഇവിടെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെ അല്ലാതെ തന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ കിട്ടുന്ന ഫുഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീര പരിപാടികളാണ്. സത്യം പറഞ്ഞാൽ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം. ഞാൻ കൊല്ലം അതെ. ഓക്കെ താങ്ക് യു. എൻ്റെ പേര് ഐഷത്തുൽ മിർഷ. ഞാൻ ഫറൂഖ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. സംഗീതം നീയൻ സല്ലാപം നീയൻ ശ്രീരാഗം അലഞ്ഞുറിയും അനുരാഗം നിൻമിഴികളിലോറും സ്നേഹം നിൻ കനവിൽ വിടരും മോഹം നിൻ കൈകളിൽ ചേരും നേരം ഞാൻ പനിനീർ മലരാകും. മെഹബൂബാ मैं तेरी महबूबा महबूबा मैं तेरी महबूबा കാരുണ്യമേഘങ്ങൾ തഴുകുന്നുവോ കനവായി പൊഴിയുന്നുവോ സിരയാവണം പ്രേമം നിലവാക്കണം വർണ്ണ പൂമ്പാറ്റകൾ പോലുയരുന്നുയരായി നീയും നിന്നുടലിൽ പാതിയാനും എൻ ഹൃദയം പിടയും വരയും നിൻ പ്രണയം ഞാൻ തിരയും. മെഹബൂബാ मैं तेरी महबूबा महबूबा मैं तेरी महबूबा. മുഖം എനിക്ക് കോഴിക്കോട് ബീച്ച് അടിമുടി മാറ്റത്തോടെ
ബീച്ചിലെത്തുന്നവരെ കാത്തിരിക്കുകയാണ്. സഞ്ചാരികൾക്കായി മികച്ച സൗകര്യങ്ങളാണ് കോഴിക്കോട് ബീച്ചിലും ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് കടപ്പുറം അടിമുടി മാറിക്കഴിഞ്ഞു. നവീകരിച്ച സൗത്ത് ബീച്ചിൻ്റെ ചുവരുകളിൽ കോഴിക്കോടിൻ്റെ സാംസ്കാരിക ചിത്രങ്ങളായി സഞ്ചാരികൾക്ക് മുന്നിലെത്തിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം DTPC. മനോഹരമായ ഇരിപ്പിടങ്ങളും ചെടികളും പുൽത്തകിടികളും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്കായി വന്നിരിക്കാനുള്ള ഏറെ സ്ഥലങ്ങളുണ്ട്, നടപ്പാതകളുണ്ട്, ഭിത്തികളിൽ നല്ല പടങ്ങൾ വരച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ബീച്ചിൽ ജില്ലാ ഭരണകൂടം ഒരുങ്ങിയിരിക്കുന്നത്. വെളുപ്പും കറുപ്പും നിറങ്ങളിലുള്ള ടൈലുകൾ പാകി കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളിലാണ് ചിത്രകാരന്മാർ ഭിത്തികളിൽ പടങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത്. കോഴിക്കോടിൻ്റെ സാംസ്കാരിക നായകന്മാരായ വൈക്കം മുഹമ്മദ് ബഷീറിനെയും SK പൊറ്റക്കാട്, MS ബാബുരാജ്, MT വാസുദേവൻ നായർ, ഗിരീഷ് പുത്തഞ്ചേരി, കുതിരട്ടമ്പപ്പോ എന്നിവരുടെ എല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഈ ബീച്ചിൻ്റെ ചുമരുകളിൽ വരച്ചിട്ടുണ്ട്. മിഷ്കാൽ പള്ളിയും കുറ്റിച്ചിറയും തകർന്ന കടൽപ്പാലവും ഒരു നിർമ്മാണവും ഐശ്വര്യതയും ബിരിയാണിയും ഉപ്പിലിട്ടതുമെല്ലാം നേരിൽ കാണുന്ന പോലെ കാഴ്ചകൾക്ക് ചിത്രങ്ങളിലൂടെയും കാണാൻ സാധിക്കും. ഇത് നമ്മൾ കണ്ടു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റ് കാഴ്ചകൾ ഈ ഭിത്തിയിലുള്ള വൃത്തിയായ പഠനങ്ങൾക്ക് ശേഷം കോഴിക്കോടിൻ്റെ കൾച്ചറൽ സാംസ്കാരിക വിളിച്ചോതുന്ന ശില്പങ്ങൾ ഒരുപാട് നടപ്പാതകളിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഒറ്റക്കല്ലിലും പാറക്കല്ലിലും ഒക്കെ തീർത്ത ഭീമൻ കൊത്തുപണികൾ എല്ലാം ഈ കോഴിക്കോട് ബീച്ചിൻ്റെ പ്രത്യേകത. ആൾക്കാർ ഓണവും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തിരക്കുണ്ട്. നല്ല ഭംഗിയായി കോഴിക്കോടിനെ ആസ്വദിക്കാനായിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരുപാട് പേരാണ് ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റക്കല്ലിലേക്ക് വെച്ചിരിക്കുന്ന പ്രതിമകളും മനുഷ്യരൂപങ്ങളും ഭംഗിയായിട്ടുള്ള കൾച്ചറൽ ശില്പങ്ങളും ഒക്കെയാണ് കണ്ടു നോക്കൂ. എന്തു ഭംഗിയാണ് കാണാനായിട്ട്. ഈ നടപ്പാടുകളിലൊക്കെ നല്ല തിരക്കാണ്. ഫാമിലിയായിട്ട് വരുന്നവർ കൂട്ടമായിട്ട് കുട്ടികളുമായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. കോഴിക്കോടിന് ബീച്ചിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ വാക്ക്വേയിലൂടെ നടന്ന് പോകാൻ തന്നെ നല്ല രസമാണ്. അതിൻ്റെ ഒരു എൻഡിലായിട്ട് കച്ചവട കേന്ദ്രങ്ങളെ പ്രത്യേകമായി തിരിച്ചിരിക്കുന്നു. ആ സൈഡിൽ നമ്മൾ ഫുഡ് ഐറ്റംസാണ്. കോഴിക്കോടിൻ്റെ തനത് ഫുഡും സ്ട്രീറ്റ് ഫുഡുകളും എല്ലാം നമുക്കിവിടെ ആസ്വദിക്കാവുന്നതാണ്. നമ്മുടെ നിരാശനാണ് നെക്സ്റ്റ് പ്രൈസ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ആൻസർ വാൽമാർട്ടി. എല്ലാവർക്കും അറിയാവുന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ അശ്വിൻ ചേട്ടൻ, നമ്മുടെ കോഴിക്കോട്ടെ സ്വന്തം അശ്വിൻ ചേട്ടനാണ്. അതെ, ഞാനാണ് ആദ്യം കണ്ടുപിടിച്ചേ ഏട്ടനെ. അപ്പൊ നമ്മുടെ അശ്വിൻ ചേട്ടന് അശ്വിനൊന്ന് ഫ്രണ്ടിലേക്ക് വാ. അശ്വിൻ കറക്റ്റ് ആൻസർ ആണ്. ഫ്രണ്ടിലേക്ക് വാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോഴിക്കോടിൻ്റെ പുതിയ ബീച്ചും പരിസരവും ഓണത്തിന് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ആൾക്കാർ സന്തോഷപൂർവ്വം കോഴിക്കോടിൻ്റെ മിഠായി തെരുവിനടുത്തുള്ള കോഴിക്കോട് ബീച്ചും പരിസരവും നല്ല വൈബായിട്ട് ആളിൻ്റെ ജനസാഗരത്തിലാണ്. ആൾക്കാർ ഐ ലവ് കോഴിക്കോട് എന്ന ഇതിൽ ഹാഷ്ടാഗിൽ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് കൂട്ടം കിട്ടുന്ന ആൾക്കാർ വരുന്നു. ഇതാണ് ആ സംഭവം. പഴയ കോഴിക്കോടിനെ പുതുക്കി പണിതുകൊണ്ട് നല്ല ഫുട്പാത്തും ഹാഷ്ടാഗുമായിട്ട് കോഴിക്കോട് ഇപ്പോൾ നല്ല വൈബാണ്. ഓണത്തിൻ്റെ തിരക്കുകളിൽ ആ കോഴിക്കോടിൻ്റെ ആ ഒരു വൈബ് നോക്കുകയാണെ. കോഴിക്കോട് ബീച്ചിലെ കച്ചവടങ്ങൾ നമുക്ക് കാണാം. അവരുടെ അച്ചാറുകളുടെ
എരിയും പുളിയും ചേർത്ത അച്ചാറുകൾ. ആണോ? ചുരണ്ടി ഐസ് ഉള്ള കോഴിക്കോട് ബീച്ചിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് നമ്മുടെ ചുരണ്ടി ഐസ്. ആ ചുരണ്ടി ഐസ് നമ്മളൊന്ന് കഴിക്കാൻ പോകണം കേട്ടോ. ഒരുപാട് വീഡിയോയിൽ ഇല്ലാത്തത് നിങ്ങൾ കണ്ടതാണ്, എന്നാലും നമുക്ക് വേണ്ട. അതെന്താണ് സംഭവം കുടിക്കുന്നത്? ചുരണ്ടി ഐസ് തന്നെ ആണോ? അതെ. രണ്ട് ഐസ് ചുരുണ്ടുന്ന ഒരു ഗ്ലാസ് നിറച്ച് ഐസ് ചുരണ്ടി മധുരം ചേർക്കുന്നു, എരിവും ഉണ്ടെന്നാണ് പറഞ്ഞത്. രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ളതാണ്. എന്തോ തേനീച്ചയാണോ? ഉണ്ടോ? തേനാണോ ഒഴിച്ചത്? നന്നാറി. ആ, ഇതാണ് ചുരണ്ടി ഐസിന്റെ മേക്കിംഗ്. എന്തൊക്കെയാ ചേർത്തേന്നൊന്ന് ഒന്ന് പറയാം. പരിപ്പ് കടല, പിന്നെ അത് മിക്സ് ചെയ്ത്. എന്താണത്? മാംഗോ ആണോ? മാംഗോ, ചൗ ഓക്കെ. പിന്നെ ബീട്രൂട്ട്, സർബത്ത്, ഐസ്. ഇത്രയാണ്. ബീച്ചും ഈ ഫുഡ് സ്ട്രീറ്റും ഉപ്പിലിട്ടതും എല്ലാം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് കൾച്ചർ റെക്കോർഡ്സ്.